ഹലോ വെൽക്കം ടു ഓൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ക്ലാസ് റൂമിലേക്ക് എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറി ഓഫ് സ്ട്രക്ചേഴ്സിലെ മൊഡ്യൂൾ 1 ആയിട്ടുള്ള പോർഷൻസ് വരുന്നത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്, അതേപോലെ തന്നെ ബെൻഡിങ് സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്. ഈ രണ്ട് കൺസെപ്റ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഏകദേശം എസ് എ ക്വസ്റ്റ്യൻസ് 14 മാർക്ക് സ്കോർ ചെയ്യാം. അതേപോലെ പാർട്ട് എയിലും പാർട്ട് ബിയിലൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടൻസ് വരുന്നത് നമുക്ക് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ചാപ്റ്റർ 1, ചാപ്റ്റർ 2 ബെൻഡിങ് സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്. അപ്പോൾ നമ്മൾ നേരിട്ട് ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചില സമയങ്ങളിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. പാർട്ട് എയിലോ പാർട്ട് ബിയിലോ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ടൈപ്സ് ഓഫ് ലോഡ്സ് ആൻഡ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ്. ഫസ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഒരു ബീമിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പല വിധത്തിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോളറിന്റെ കണ്ടീഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് റോളർ സപ്പോർട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത്. റോളർ സപ്പോർട്ടിൽ നമുക്ക് വരുന്ന സമയത്ത് റിയാക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷൻ ആയിരിക്കും. ദേ ആർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. നെക്സ്റ്റ് പിന്നഡ് ഓർ ഹിഞ്ചഡ് സപ്പോർട്ട്. ഹിഞ്ചഡ് സപ്പോർട്ട് നമ്മൾ ഹിഞ്ച് എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഡോറിന്റെയോ നമ്മളുടെ ഒരു വിൻഡോവിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ വിജാഗിരി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള കണക്ഷൻസ് ആണ് ഹിഞ്ചഡ് അല്ലെങ്കിൽ പിന്നഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് അവിടെ വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ടായിരിക്കും, ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഫിക്സഡ് സപ്പോർട്ട്. ഫിക്സഡ് സപ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു വിധത്തിലുള്ള മൂവ്മെൻറ്റും പോസിബിൾ അല്ല. മീൻസ് നമ്മളതിനെ വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ അതേപോലെ റൊട്ടേഷനും അവിടെ പോസിബിൾ അല്ലെങ്കിൽ ദേ ആർ ഫിക്സഡ് കണ്ടീഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള 3 സപ്പോർട്ട്സുകളാണുള്ളത്. ദെൻ നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ടൈപ്സ് ഓഫ് ലോഡ്സ്. ലോഡുകൾ ഏതൊക്കെ വിധത്തിലുള്ള ലോഡുകളാണ് ഒരു ബീമിന്റെ മുകളിലേക്ക് വരാൻ പറ്റുന്നത്. ദെൻ ഫസ്റ്റ് one is point load, then second one is uniformly distributed load, and third one uniformly varying load. ഇപ്പം നമുക്ക് ഒരു ബിൽഡിംഗ് മനസ്സിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കോളത്തിന് നമുക്ക് പോയിന്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു വാളിനെ നമുക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡായിട്ട് കൺസിഡർ ചെയ്യാം. റെക്ടാങ്കുലർ ഷേപ്പിലുള്ള വാളിനെ ചുമരിനെ നമുക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡായിട്ടും, ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് ഒരു സ്ലോപ്പ് കണ്ടീഷൻ വരാന്നുണ്ടെങ്കിൽ അതിനെ യൂണിഫോംലി വാരിയിങ് ലോഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അത് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പോയിന്റ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ W എന്ന് പറഞ്ഞ യൂണിറ്റ് വരുന്നത് കിലോ ന്യൂട്ടൺ ഓർ ന്യൂട്ടൺ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. പക്ഷെ നമ്മൾ ഒരു UDL പറയുന്ന സമയത്ത് ഇറ്റ്സ് ഒരു വോൾ ആയിട്ടാണ് കൺസിഡർ, ഒരു ചുമര് പോലെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചുമര് അത്രയും ലെങ്ത്തിലുണ്ടായതുകൊണ്ട് ഒരു 6 മീറ്റർ ഒക്കെ ചിലപ്പോൾ നമുക്ക് ചുമര് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ലോഡ് പറയുന്നത് W കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. മീൻസ് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ് 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു മീറ്ററിൽ 10 കിലോ ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ 6 മീറ്ററിൽ അവിടെ എത്ര ലോഡ് വരും? 60 കിലോ ന്യൂട്ടൺ വരും. അപ്പോൾ അതാണ് നമ്മൾ കണ്ടീഷൻ പറയുന്നത്. നമ്മളെപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് W കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നായിരിക്കും. അപ്പോൾ എത്ര മീറ്റർ ആണോ തന്നെങ്കിൽ അതേ ഇൻറ്റു നമുക്ക് W ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലോഡ് കിട്ടും. ആ ടോട്ടൽ ലോഡ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബീമുകളാണ്. എത്ര വിധത്തിലുള്ള ബീം? ഇത് എപ്പോഴും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ കാൻഡിലിവർ ബീം. ഒരു സൈഡ് ഫിക്സഡും അതർ സൈഡ് ഫ്രീ എൻഡ് ആണെങ്കിൽ അതിനെ കാൻഡിലിവർ ബീം എന്ന് പറയും. ദെൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാൽ സിംപ്ലി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബീമിനെ സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറയും. ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡോ അല്ലെങ്കിൽ ബോത്ത് സൈഡ്സോ ഓവർ ഹാങ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഓവർ ഹാങ്ങിങ് ബീം. ദെൻ സിംപ്ലി സപ്പോർട്ടഡ് ഓവർ ഹാങ്ങിങ് ബീം. The next one is continuous beam. Continuous beam means more than 2 supports. Then next one is fixed beam. Fixed beam meaning എന്താണ്? Both sides are fixed. രണ്ട് സൈഡും fixed end conditions ആണെങ്കിൽ അതിനെ fixed beam എന്ന് പറയും. The next one is propped cantilever അല്ലെങ്കിൽ cantilever simply supported. ഒരു സൈഡ് ഫിക്സഡും അതർ സൈഡ് സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ propped cantilever beam എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ജനറൽ ആയിട്ട് ബേസിക് ആയിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചില സമയങ്ങളിൽ എക്സാമിന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് കൺസെപ്റ്റിലേക്ക് നമുക്ക് നേരെ പോവാം. അതായത് കൺസെപ്റ്റ് ഷിയർ ഫോഴ്സിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു സ്കെയില് നമ്മൾ കയ്യിലെടുക്കുക. ആ സ്കെയിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു സൈഡ് ഞാൻ ഫോഴ്സ് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ആ സ്കെയിലിന്റെ ഭാഗത്ത് ഞാൻ എന്ത് പ്രസ് ചെയ്തു.
ഇവിടെ ഫ്രീ എൻഡിൽ കൊണ്ടുവന്ന് ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് വളയും. അങ്ങനെ വളയുന്ന സമയത്ത് അവിടെ ബെൻഡിങ് കൺസെപ്റ്റും, ഇനി ഞാൻ പിടിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, താഴേക്ക് പൊട്ടി വരും. അപ്പോഴാണ് ഷിയറിങ്, അതായത് രണ്ട് സർഫസുകൾ തമ്മിൽ കൂട്ടിയുരസും. അപ്പൊ നമുക്ക് എന്താണ് വരുന്നത്, ഷിയർ ഫോഴ്സ്. അപ്പോൾ നമ്മുടെ ആ ഉരസുന്ന ഭാഗത്തുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്തായിരിക്കും, അതിനൊരു ലെഫ്റ്റ് സൈഡ് ഉണ്ടാവും, ഒരു റൈറ്റ് സൈഡും ഉണ്ടാവും. ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലെ എല്ലാ ടോട്ടൽ ഫോഴ്സ് ആഡ് ചെയ്തതോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ ടോട്ടൽ ഫോഴ്സ് ആഡ് ചെയ്തതോ ആയിരിക്കും ആ ഒരു സെക്ഷനുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ 3 മാർക്സിന്റെ ക്വസ്റ്റ്യനിലേക്കൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ് ഷിയർ ഫോഴ്സിന്റെ ഡെഫിനിഷൻ. ദ ആൾജിബ്രിക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ്, all vertical forces at any section of a beam to the right or left of the section is known as shear force. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ബീമിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ടോട്ടൽ ഫോഴ്സ് ആഡ് ചെയ്തതോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ ഫോഴ്സ് ആഡ് ചെയ്തതോ ആയിരിക്കും ആ ഒരു സെക്ഷനുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഷിയർ ഫോഴ്സിനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വഴി വരയ്ക്കുമെങ്കിൽ അതിനെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയും. പിന്നെ നമ്മൾ പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുവരുന്ന സമയത്ത് ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കോ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു പോയിന്റ് ഷിയർ ഫോഴ്സ് 0 ആവും. ആ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിലായിരിക്കും നമുക്ക് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആയിട്ട് കിട്ടുന്നത് ഉണ്ടാവുക. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ബീം മൊത്തത്തിൽ ലെങ്ത്തിൽ പോകുന്നുണ്ട് എന്ന് വിചാരിക്കുക. ആ ബീമിന്റെ സെന്ററിൽ വെച്ചിട്ട് ഷിയർ ഫോഴ്സ് 0 ആണെങ്കിൽ ആ 0 ആയ പോയിന്റിലായിരിക്കും ബെൻഡിങ് മൊമെന്റ് മാക്സിമം ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്രയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഷിയർ ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത്. ഇനി അതിന്റെ സൈൻ കൺവെൻഷൻ, നമുക്ക് എന്തായാലും പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ സൈൻ കൺവെൻഷൻ വേണം. അതായത് ഞാൻ ടോട്ടൽ ഫോഴ്സ് കൂട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ടോട്ടൽ ഫോഴ്സ്? അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഇതെടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കാം, പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും കൊടുക്കാം. അതായത് നമ്മൾ ഇവിടെ ലെഫ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ, ഇവിടെ ഞാൻ ലെഫ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ലെഫ്റ്റിലാവുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് അപ്വേർഡ് ഫോഴ്സ് എപ്പോഴും പോസിറ്റീവ്. അതേപോലെ സെക്ഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കട്ട് ചെയ്ത അപ്പുറത്തെ ഭാഗത്ത് അപ്പോൾ പോസിറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ്, റൈറ്റ് ഡൗൺവേർഡ് എന്തായിരിക്കും, പോസിറ്റീവ്. അപ്പോൾ ലെഫ്റ്റ് അപ്വേർഡ് റൈറ്റ് ഡൗൺവേർഡ് എപ്പോഴും പോസിറ്റീവ് കണ്ടീഷനാണ്. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളതാണ് പോസിറ്റീവ് കണ്ടീഷൻ. ഇനി നേരെ തിരിച്ച് സംഭവിച്ചു, ഈ ലെഫ്റ്റിലുള്ള പോർഷൻ താഴേക്കും വന്നു, റൈറ്റിലെ പോർഷൻ മുകളിലേക്കും പോയെങ്കിൽ അത് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒരു സൈൻ കൺവെൻഷൻ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക. ഇത് തിരിച്ചെടുത്തു കഴിഞ്ഞാലും ഇഷ്യൂസ് അല്ല, പക്ഷെ സൈൻ കൺവെൻഷൻ എപ്പോഴും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബെൻഡിങ് മൊമെന്റ് ആണ്. ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സ്കെയിൽ വളയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന മൊമെന്റ് ആണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയാം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമിലർലി ഏത് പോയിന്റിലാണോ സെക്ഷനിലാണോ നമ്മൾ ബെൻഡിങ് മൊമെന്റ് പറയുന്നത് ആ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള മൊമെന്റ്സുകൾ ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആവും. A bending moment is defined as the algebraic sum of the moments of all the forces either to the left or right of the section. പിന്നെ അതേപോലെ തന്നെ ബെൻഡിങ് മൊമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയുന്നത്. ഈ വളവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മളൊരു സ്കെയില് പിടിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് വളയ്ക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതിന് സാഗിങ് ബെൻഡിങ് മൊമെന്റ്. നേരെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഹോഗിങ്. അപ്പൊ ഇത് ഹോഗിങ് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റും സാഗിങ് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റും ആയിരിക്കും. അപ്പോൾ സാഗിങ് ബെൻഡിങ് മൊമെന്റ് ചില സമയത്ത് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും, സാഗിങ് ബെൻഡിങ് മൊമെന്റ് ഈസ് എ ഡാഷ് മൊമെന്റ്, അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ എന്ത് പറയും, പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ പറയണം. ഇനി നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ബെൻഡിങ് മൊമെന്റ് എടുക്കുന്ന സമയത്ത് ബെൻഡിങ് മൊമെന്റ് ഏതെങ്കിലും ഒരു പോയിന്റ് 0 ആകുന്ന അല്ലെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് സൈൻ ചെയ്യുന്ന പോയിന്റിനെയാണ് എന്ത് പറയുന്നത്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. അതായത് ഇറ്റ് ഈസ് ദ പോയിന്റ് വേർ ദ ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് ദ സൈൻ
ഇത്രയും ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാലും മതി. ഇറ്റ് ഈസ് ദ പോയിന്റ് വേർ ദ ബെൻഡിങ് മൊമെന്റ്സ് ചേഞ്ച് ദ സൈൻ. അതായത് പോസിറ്റീവിൽ നിന്നും ഇപ്പൊ ഇവിടെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ ചേഞ്ച് ദ സൈൻ ആണ്. ആ പോയിന്റിൽ ആ ഒരു കൺവേർഷൻ പോയിന്റ് വരുന്നുണ്ട്. ആ പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്ചർ. അപ്പൊ ആ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അവിടെ ആ പോയിന്റിൽ എന്തായിരിക്കും? ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചിലപ്പോൾ 3 മാർക്സിനോ 7 മാർക്സിനോ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡെറിവേഷൻ ആവശ്യമില്ല. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. അതായത് ലോഡും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അതായത് ഒരു ലോഡ് വരുമ്പോഴാണ് ഷിയർ ഫോഴ്സ് ഉണ്ടാവുന്നത്. ഷിയർ ഫോഴ്സോ അല്ലെങ്കിൽ പ്യുവർ ബെൻഡിങ്ങോ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത്. അതായത് നമ്മൾ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും തമ്മിലുള്ള പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ താഴെ കൊടുത്ത് ഈ ഒരു സെന്റൻസ് നിങ്ങൾ എഴുതിച്ചാലും മതി. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ലോഡിങ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? റേറ്റ് ഓഫ് ലോഡിങ്ങിന് ഈക്വൽ ആണ്. അപ്പൊ അതേപോലെ സിമിലർലി എടുക്കുന്ന സമയത്ത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ദ ഷിയർ ഫോഴ്സ് അറ്റ് ദ സെക്ഷൻ. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രോബ്ലംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിക്കുന്നത് ഡ്രോ ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് എ സിംപ്ലി സപ്പോർട്ടർ ബീം. ഇതൊരു സിംപ്ലി സപ്പോർട്ടർ ബീമാണ് വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡ്. അപ്പം നമുക്ക് അവിടെ ഷിയർ ഫോഴ്സിന്റെ ഒരു കണ്ടീഷൻ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എപ്പോഴും ഇതായിരിക്കും. ബെൻഡിങ് മൊമെന്റ് എങ്ങനെയായിരിക്കും? ഒരു ട്രയാങ്കിൾ ഷേപ്പഡ് ആയിരിക്കും. അപ്പൊ അവിടെ മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് P/2 ആണ്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് PL/4. ഇനിയിപ്പോൾ W കണ്ടീഷൻ ആണെങ്കിൽ WL/4. ഇനി നിങ്ങൾക്ക് അടുത്തൊരു ജനറൽ ആയിട്ട് വരുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആകുമ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ എന്തായിരിക്കും? ഒരു ലീനിയർ ഡയഗ്രാം ആയിട്ടുണ്ടായിരിക്കുക. പിന്നെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത് ഒരു പാരാബോളിക് നേച്ചർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സിന്റെ ഇവിടെയുള്ള ഷിയർ ഫോഴ്സ് വാല്യൂ എന്ന് പറയുന്നത് WL/2 ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ എന്ന് പറയുന്നത് WL²/8 ആയിരിക്കും. ഇനി ഞാൻ നെക്സ്റ്റ് എനിക്ക് അടുത്തത് പറയാനുള്ളത് ഈ ഒരു കാൻഡിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡാണ്. കാൻഡിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡ് വരുന്ന സമയത്ത് നമുക്ക് വരുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് W ആയിരിക്കും. അതൊരു റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് താഴേക്കാണ് വരയ്ക്കേണ്ടത്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണുള്ളത്. താഴേക്ക് വരയ്ക്കുക നിങ്ങൾ. അപ്പോൾ അതിൽ എന്തായിരിക്കും? W×L ആയിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. ഇനി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ വരുന്നത് 0 സ്റ്റാർട്ടിങ്ങിലും എൻഡിൽ വരുന്ന സമയത്ത് WL വരും. ഇവിടെ വരുന്ന സമയത്ത് പാരാബോളിക് കണ്ടീഷൻ ആണ്. പാരാബോളിക് കണ്ടീഷൻ വരുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ 0യും എൻഡിൽ WL²/2 ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. ഫസ്റ്റ് വരുന്നത് ആൾജിബ്രിക് സം ഓഫ് ഓൾ ദ മൊമെന്റ്സ് ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ ഈസ് കോൾഡ്. അതിനെ നമ്മൾ എന്ത് പറയും? അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, ആൾജിബ്രിക് സം ഓഫ് ഓൾ ദ മൊമെന്റ്സ് വരുന്ന സംഭവത്തിന് നമ്മൾ എന്താ പേര് പറയുന്നത്? ബെൻഡിങ് മൊമെന്റ്. ഇനി അടുത്തത് ആൾജിബ്രിക് സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ. അപ്പോൾ ഫോഴ്സ് എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കാം, ഫോഴ്സ് ആണല്ലോ. അപ്പോൾ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഷിയർ ഫോഴ്സ്. ഇനി അടുത്തത് ദ ബെൻഡിങ് മൊമെന്റ് വിൽ ബി മാക്സിമം. ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആണ്. അപ്പോൾ വേർ ദ ഷിയർ ഫോഴ്സ് ഈസ്, അപ്പോൾ അവിടെയുള്ള ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? 0 ആവില്ലേ? ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിലാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്നത്. ഇനി അടുത്തത് നമുക്ക് പറയാൻ പോകുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The point at which the value of bending moment changes from positive to negative. അതായത് the point at which the value of എന്തിന്റെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യുന്നത്? ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ചേഞ്ചസ് വരും. അപ്പൊ നമ്മൾ ആ പോയിന്റിന് എന്താ പേര് വരുന്നത്? പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്ഷൻ. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഡിഫൈൻ ഷിയർ ഫോഴ്സ്. എന്താണ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഇറ്റ് ഈസ് ദ ആൾജിബ്രിക് സം ഓഫ്, ആലോചിച്ച് പറയാം, ഇറ്റ് ഈസ് ദ ആൾജിബ്രിക് സം ഓഫ്
vertical forces at any section of a beam to the right or left of the section of the beam എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡെഫിനേഷൻ എഴുതും. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇനി 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ് ഡിഫൈൻ ബീം ആൻഡ് ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീം ബേസ്ഡ് ഓൺ ദ സപ്പോർട്ട് കണ്ടീഷൻ. ഡിഫൈൻ ബീം. ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ എലമെന്റ്. ഒരു ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനേഷൻ എന്താണ്? ഇറ്റ് ഈസ് എൻ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ എലമെന്റ്. ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീം. അപ്പോൾ നമ്മൾ ഏതൊക്കെ കൊടുക്കണം? കാൻഡിലിവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, കണ്ടിന്യൂസ് ബീം എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ പോവാം. അതായത് നമ്മൾ ഇവിടെ ടൈപ്സ് ഓഫ് ബീം കൊടുത്തില്ലേ, ഈ കാര്യങ്ങൾ നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ബീമിന്റെ ഡെഫിനിഷൻ എന്താണ്? ബീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ എലമെന്റ് ക്യാരിയിങ് ലോഡ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇതെല്ലാം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് വിത്ത് റിയാക്ഷൻസ്. ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് വിത്ത് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയഗ്രാണ് നിങ്ങൾ അവിടെ വരച്ച് വെക്കണം. റോളർ സപ്പോർട്ട്, ഫിക്സഡ് സപ്പോർട്ട്, ഹിഞ്ചഡ് സപ്പോർട്ട്, പിന്നെ ആ റിയാക്ഷൻസും നിങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കണം. റോളർ സപ്പോർട്ട് ആകുമ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ ആണ്. പിന്നീട് സപ്പോർട്ട് ആകുമ്പോൾ വെർട്ടിക്കലുണ്ട്, ഹൊറിസോണ്ടലുണ്ട്. ഫിക്സഡ് സപ്പോർട്ട് ആയിരിക്കുമ്പോൾ 3 ടൈപ്പ് റിയാക്ഷനും അവിടെ വരും എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ് ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ആൻഡ് ലോഡിംഗ് എന്നതിനകത്ത് പറഞ്ഞു. അപ്പോൾ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? റേറ്റ് ഓഫ് ലോഡിംഗ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ദ ഷിയർ ഫോഴ്സ് അറ്റ് ദ സെക്ഷൻ. അപ്പോൾ ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു ഡബ്ല്യു, ഡി എം ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എഫ് എന്നുള്ള കണ്ടീഷൻ നിങ്ങൾ അവിടെ എഴുതിക്കാം. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദെൻ റൈറ്റ് ദ റിലേഷൻ സെയിം കഴിഞ്ഞു. പിന്നെ നമ്മൾ എഴുതി വെക്കേണ്ടത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യു ഡി എൽ. അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതി വെക്കേണ്ടത്? നമുക്ക് തന്നിട്ടുള്ളത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യു ഡി എൽ ആണ്. അപ്പോൾ ഏതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യു ഡി എൽ? അപ്പോൾ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. അവിടെയുള്ള വാല്യൂ എത്രയാണ്? ഷിയർ ഫോഴ്സ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്രയായിരിക്കും? WL/2. എൻഡിൽ എത്രയായിരിക്കും? -WL/2. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പാരാബോളിക് ആയിരിക്കും. പാരാബോളിയുടെ ഹയസ്റ്റ് പോയിന്റ് WL²/8. ഇനി അടുത്തത് കാൻഡിലിവർ ബീം വിത്ത്. ഇതെല്ലാം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. നോട്ട്സിൽ കറക്റ്റ് എഴുതി തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ്. കാൻഡിലിവർ ബീം എന്ന് പറയുമ്പോൾ യു ഡി എൽ വരുന്ന സമയത്ത് ഈ ഡയഗ്രാണ് നമുക്ക് വേണ്ടത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ബീം, അതേപോലെ കാൻഡിലിവർ. നെക്സ്റ്റ് വരുന്നത് നമ്മൾ 7 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഡ്രോ ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഓഫ് എ ബീം ABC. BC is the overhanging span. AB is equal to 4 meter. BC is equal to 2 meter. Point load of 36 kilonewton act at the midspan of AB. Point load of 20 kilonewton act at C. Support AB and simply support. അപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യൻസ്, ഡ്രോ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഓഫ് എ ബീം ABC. ഒരു ABC എന്ന് പറഞ്ഞ ബീം ഉണ്ട്. ഇവിടെ BC ഈസ് ഓവർ ഹാങ്ങിങ് സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ BC പോർഷൻ നമ്മൾ ഓവർ ഹാങ്ങിങ് ആയിട്ട് കാണിച്ചു. പിന്നെ പറഞ്ഞിട്ടുള്ളത് AB 4 മീറ്റർ ആണ്. BC എക്സ്ട്രാ 2 മീറ്റർ പുറത്തേക്ക് പ്രൊജക്ഷൻ ഉണ്ട്. പിന്നെ ഒരു പോയിന്റ് ലോഡ് 36 kilonewton ABയിൽ മിഡ് സ്പാനിൽ ആക്ട് ചെയ്യുന്നു. അതായത് മൊത്തം 4 മീറ്റർ ഉണ്ടെങ്കിൽ 2 മീറ്ററിൽ 36 kilonewton. ദെൻ പോയിന്റ് ലോഡ് ഓഫ് 20 kilonewton ആക്ട് അറ്റ് C. ഒരു 20 kilonewton പോയിന്റ് സിയിൽ അറ്റ് ഫ്രീ എൻഡിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഡ്രോ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷൻ ആണ്, ഓവർ ഹാങ്ങിങ് ബീം ആണ്. ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദ ഷിയർ റിയാക്ഷൻസ് അറ്റ് A ആൻഡ് B. ഫസ്റ്റ് നമ്മൾ റിയാക്ഷൻസ് 2 സപ്പോർട്ടുകളായിട്ടുള്ള സപ്പോർട്ട് എയും സപ്പോർട്ട് ബിയിലുള്ള റിയാക്ഷൻസ് ഡിറ്റർമിൻ ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പോയിന്റിലെയും ഷിയർ ഫോഴ്സ് ചെക്ക് ചെയ്യണം. ഷിയർ ഫോഴ്സ് അറ്റ് A, ഷിയർ ഫോഴ്സ് അറ്റ് B, ഷിയർ ഫോഴ്സ് അറ്റ് C, ഷിയർ ഫോഴ്സ് അറ്റ് D. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് A, ബെൻഡിങ്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ഓവർ ഹാങ്ങിങ് ബീമാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? റിയാക്ഷൻസ് കാണാം. അപ്പോൾ RA നമ്മൾ ജസ്റ്റ് പോയിന്റ്സുകൾ മാർക്ക് ചെയ്യാണ്. പോയിന്റ് A സപ്പോർട്ട് എയിൽ കൊടുത്തു. പോയിന്റ് D എന്നത് 36 kilonewton ആക്ട് ചെയ്യുന്ന പോയിന്റ്. പോയിന്റ് B എന്ന് പറയുന്നത് അടുത്ത സപ്പോർട്ട് B. പോയിന്റ് C എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ 20 kilonewton ആക്ട് ചെയ്യും.
അപ്പോൾ നമ്മുടെ ഈക്വിലിബ്രിയം കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യാണ്. അപ്പോൾ സിഗ്മ വി ഈക്വൽ ടു 0, സിഗ്മ വി ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്തെഴുതാം? അപ്ലൈ ഈക്വിലിബ്രിയം കണ്ടീഷൻസ്. ഫസ്റ്റ് സിഗ്മ വി ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനാണ് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ വരുന്ന സമയത്ത് RA plus RB is equal to 36 plus 20, then 56 kilonewton. Then taking moment about A is equal to 0. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 36 into ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. അപ്പോൾ 36 into 2. Then ബിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് മൈനസ് RB into 4 ആണ് വരിക, പ്ലസ് 20 into 6. അപ്പോൾ നമ്മൾ മൈനസ് ഈക്വൽ ടു 0. അപ്പോൾ കണ്ടീഷനിൽ മൈനസ് RB into 4 ഈക്വൽ അപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് RB into 4. നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് RB is equal to 48. ദെൻ സിമിലർലി അപ്പോൾ നമുക്ക് എന്തായിരിക്കും? RB is equal to 48 kilonewton ആവുന്ന സമയത്ത് ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻസ് വി ഗെറ്റ് 56 minus 48, RA is equal to 8 kilonewton. അപ്പോൾ നമുക്ക് RA is equal to 8, പിന്നെ RB is equal to 48. അപ്പോൾ നമ്മളതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷിയർ ഫോഴ്സ് എങ്ങനെയായിരിക്കും വരുന്നത്? ഷിയർ ഫോഴ്സ് വരുന്ന സമയത്ത് ഷിയർ ഫോഴ്സ് അറ്റ് എ, അപ്പോൾ എത്രയാണ്? RA എത്രയാണ്? 8. ആ 8 പോയിന്റ് ഡി എത്തുന്നത് വരെ 8 തന്നെയാണ്. അവിടെ എത്തുന്ന സമയത്ത് 36 ഡൗൺവേർഡ് ആണ്. അപ്പോൾ 8 മൈനസ് 36 എന്തായി? -28 താഴേക്ക് വന്നു. ദെൻ 28 നമ്മൾ ബി എത്തുന്നത് വരെ 28 ആണ്. 28 പ്ലസ് 48 വന്ന സമയത്ത് പ്ലസ് 20 ആഡ് ആയി. ദെൻ 20 അടുത്ത് സി എത്തുന്നത് വരെ 20. ദെൻ 20ക്ക് എത്തുന്ന സമയത്ത് 20യിലൂടെ -20 ആഡ് ചെയ്ത സമയത്ത് 0. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഞങ്ങൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം പോവുക. അതേപോലെ ബെൻഡി മൊമെന്റ് വരുന്ന കണ്ടീഷനിൽ ബെൻഡി മൊമെന്റ് അറ്റ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ബെൻഡി മൊമെന്റ് അറ്റ് എ എന്ന് പറയുന്ന സമയത്ത് ബെൻഡി മൊമെന്റ് അറ്റ് എ എപ്പോഴും ബെൻഡി മൊമെന്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ബോത്ത് എൻഡ്സിൽ ബെൻഡി മൊമെന്റ് എപ്പോഴും 0 ആവും. ദെൻ ബെൻഡി മൊമെന്റ് അറ്റ് ഡി എന്ന് പറയുമ്പോൾ നമ്മൾ എവിടേക്കാണ് മൊമെന്റ് എടുക്കുന്നത്? ഡിയിലേക്കാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് RA into 2 ആണ്. RA നമുക്ക് എത്രയാണ്? 8 ആണ്. അപ്പോൾ 8 into 2 16. അപ്വേർഡ് ആയതുകൊണ്ട് നമ്മളത് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ പോയിന്റ് ബി കൺസിഡർ ചെയ്യണം. അപ്പോൾ ബെൻഡി മൊമെന്റ് അറ്റ് ബി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ റൈറ്റ് നമുക്ക് എടുക്കാം. അപ്പോൾ 20 into 2 minus 20 into 2 ആണ് വരുന്നത്. അപ്പോൾ -40 kilonewton meter എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയഗ്രം വരുന്നത് എങ്ങനെയായിരിക്കും? 16ഉം -14 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡി മൊമെന്റ് ഡയഗ്രം വരയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് 7 മാർക്സിന് നമ്മൾ ചോദിക്കാറ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ഡ്രോ ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡി മൊമെന്റ് ഡയഗ്രം ഓഫ് ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ലെങ്ത് 10 meter, carry a uniformly distributed load 12 kilonewton meter for a distance of 4 meter from the left hand. അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, മൊത്തം 10 മീറ്റർ ആണുള്ളത്. ആ 10 മീറ്ററിൽ UDL എത്രയാണുള്ളത്? 12 kilonewton per meter അറ്റ് എ ഡിസ്റ്റൻസ്. ഒരു 4 മീറ്റർ ലെങ്ത്തിൽ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് ഒരു 4 മീറ്ററിൽ എന്ത് കിടക്കുന്നുണ്ട്? UDL ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു പോവാം. സ്ട്രെയിറ്റ് ലൈൻ ആവില്ല, നോക്കാം. അപ്പം അതിൽ മൊത്തത്തിൽ UDL ഇല്ല, ഒരു 4 മീറ്റർ ലെങ്ത്തിൽ മാത്രം എന്തുണ്ട്? ബാക്കി 6 മീറ്ററോളം ഫ്രീ ആയിട്ടാണ് ബീം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സിംപ്ലി സപ്പോർട്ടഡ് ബീം കണ്ടീഷൻസ് യൂസ് ചെയ്യുക. അതേപോലെ നമ്മളുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുക്കുക. സിഗ്മ വി ഈക്വൽ ടു 0, സിഗ്മ എം ഈക്വൽ ടു 0, സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് സോൾവ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പ്രോബ്ലംസ് മാത്രം സോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് എക്സാം റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, എല്ലായ്പ്പോഴും നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലെങ്കിൽ ഓവർ ഹാങ്ങിങ് ബീം, അതിൽ UDLും പോയിന്റ് ലോഡും തരും. എന്നിട്ട് അതിൻ്റെ സപ്പോർട്ട് കണ്ടീഷൻ സപ്പോർട്ട്സ് ഡിറ്റർമിൻ ചെയ്യുക. ദെൻ ഷിയർ ഫോഴ്സ് ഡിറ്റർമിൻ ചെയ്യുക. ബെൻഡി മൊമെന്റ്. ഷിയർ ഫോഴ്സ് എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത് സെക്ഷൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പോയിന്റ് ലോഡ് വരുമ്പോൾ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും കട്ട് ചെയ്യുക.
UDL വരുന്ന സമയത്ത് സ്റ്റാർട്ട്, എൻഡിൽ കണ്ടീഷൻ, സെൻറ്റർ, ഇങ്ങനെ 3 പോയിന്റിലായിട്ടാണ് UDL വരുന്ന സമയത്ത് ഷിയർ ഫോഴ്സ് കട്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. ബെൻഡിങ് മൊമെന്റ് ആവുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എടുക്കുന്നത് സിംപ്ലി സപ്പോർട്ട് ബീമിന്റെ കേസിൽ എപ്പോഴും ബോത്ത് എൻഡ്സ് ആർ എപ്പോഴും ബെൻഡിങ് മൊമെന്റ് 0 ആവും. പിന്നെ എടുക്കുന്നത് ഏതൊക്കെയാണ് പോയിന്റുകൾ തന്നിട്ടുള്ള പോയിന്റുകളിലേക്ക് മാത്രം ബെൻഡിങ് മൊമെന്റ് എടുത്ത് കാൽക്കുലേഷൻ ചെയ്യാം. ഇത്രയാണ് ചാപ്റ്റർ 1 ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റർ 2 ബെൻഡിങ് സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്. അതായത് നമ്മളൊരു ബീമിന്റെ മുകളിൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഓരോ ലെയറും ഒരു ഡിഫറെന്റ് ലെയർ ആയിട്ട് ഒരു ബീം ഒരു മരപ്പലകയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ആ മരപ്പലക ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പൊ ഞാൻ ലോഡ് കൊടുക്കുന്ന സമയത്ത് പലതരം ലെയേഴ്സും തമ്മിൽ സർഫസ് എന്ത് ചെയ്യാണ്, ഉരസുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഷിയർ ഉണ്ട് എന്ന് പറയാം. പക്ഷെ ദേ ആർ വെരി ബോണ്ടഡ് ടുഗദർ ആണെന്നുണ്ടെങ്കിൽ അത് ബെൻഡിങ് മാത്രമാണ് സംഭവിക്കുന്നത്. ദേ ആർ പ്യൂർ ബെൻഡിങ് കണ്ടീഷൻ എന്നും പറയാം. ഫോർ എക്സാമ്പിൾ, ഇനി അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് ന്യൂട്രൽ ലെയർ, ന്യൂട്രൽ ആക്സിസ്, ഇതെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. ഒരു ന്യൂട്രൽ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെയർ വിത്തിൻ എ ബീം ഒരു സ്ട്രക്ചറൽ എലമെന്റ്. അവിടെ എന്തുണ്ടാവില്ല, വിത്തൗട്ട് ദ ലോഞ്ചിറ്റ്യൂഡ് ഡ്യൂറിങ് ബെൻഡിങ്ങിൽ അവിടെ ഒരു തരത്തിലുള്ള സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യില്ല. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു സർഫസിൽ ഏതർ കംപ്രഷൻ നോർ ടെൻഷൻ എന്നുള്ള കൺസെപ്റ്റിലാണ് വരാറ്. അതായത് സ്ട്രെസ്സോ ഷിയർ സ്ട്രെസ്സോ ടെൻസൈൽ സ്ട്രെസ്സോ കംപ്രസീവ് സ്ട്രെസ്സോ അങ്ങനത്തെ ഒരു നേച്ചറും ആ ഒരു പോയിന്റിൽ ഉണ്ടായിരിക്കുന്നതല്ല. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസ് എന്ന് പറയാൻ ഒരു ആക്സിയൽ ലൈനാണ്. ഈ ലൈൻ ഏതിലൂടെ കടന്നു പോകുന്നു? ഇറ്റ്സ് ത്രൂ ദ ന്യൂട്രൽ ലെയർ. അതായത് ഇറ്റ് റൺസ് പാരലൽ ടു ദ ബീം ലെങ്ത് ആൻഡ് ഡിവൈഡ്സ് ദ ക്രോസ് സെക്ഷൻ ഇൻടു 2 റീജിയൻസ്. അത് ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷനിലൂടെ, അതായത് നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഐ സെക്ഷൻ ആണെങ്കിൽ ഐ സെക്ഷന്റെ സെൻട്രലിലൂടെ ഒരു പ്ലെയിൻ കാണാം. ഇതാണ് ആ പ്ലെയിൻ ആണ് ന്യൂട്രൽ ലെയർ. അതിലൂടെ കടന്നു പോകുന്ന ആക്സിസിന് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അസംഷൻസ് ഇൻ പ്യൂർ ബെൻഡിങ് തിയറി. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്സ് അല്ലെങ്കിൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും പോയിന്റ്സ് ആണ് എഴുതി വെക്കേണ്ടത്. ഫസ്റ്റ്, ദ മെറ്റീരിയൽ ഓഫ് ദ ബീം ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. ഹോമോജീനിയസ് പറഞ്ഞാൽ സെയിം മെറ്റീരിയൽ കൺസെപ്റ്റോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ, പിന്നെ സെയിം എല്ലാ പ്രോപ്പർട്ടീസും ഒരുപോലെ ഉള്ളതിനെയാണ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് എന്ന് പറയുന്നത്. അപ്പോൾ എടുക്കുന്ന ബീം, ദ ബീം മെറ്റീരിയൽ ഷുഡ് ബി homogeneous and isotropic. The second point എന്ന് പറയുന്നത് യങ്സ് മോഡൽ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ത്രൂ ഔട്ട് ദ സെക്ഷൻ ഈസ് സെയിം എന്നുള്ള കണ്ടീഷൻ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് സെക്ഷൻ വിച്ച് വർ പ്ലെയിൻ ബിഫോർ ബെൻഡിങ് ആൻഡ് റിമെയിൻ പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. അതായത് ബിഫോർ ബെൻഡിങ്ങും ആഫ്റ്റർ ബെൻഡിങ്ങും എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ബീം ഈസ് ഇനീഷ്യലി സ്ട്രൈറ്റ് and all longitudinal filaments bend into circulars with a common center of curvature. ഫസ്റ്റ് നമ്മൾ ബീം എടുക്കുന്ന സമയത്ത് ഇനീഷ്യലി സ്ട്രൈറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് അതൊരു കർവ് ഫോം ചെയ്യും. ആ കർവ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പോയിന്റ് ഓഫ് കർവേച്ചർ അതിന് നമുക്ക് കാണാൻ കഴിയും എന്നുള്ള രീതിക്ക്. ഓക്കെ, സെൻട്രൽ പോയിന്റ് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ഇങ്ങനെ കർവ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ബീം ബെൻഡായി കഴിഞ്ഞാൽ ഒരു കർവ് ഫോം ചെയ്യും. അപ്പോൾ നമുക്കൊരു സെൻട്രൽ പോയിന്റ് ഉണ്ടാവും. ആ സെൻട്രൽ പോയിന്റിൽ നിന്നും ആ കർവിലേക്കുള്ള ഡിസ്റ്റൻസിന് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. ആ റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മളുടെ ഒരു ക്രോസ് സെക്ഷൻ, നമ്മളുടെ ഒരു ബീം ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബീമിന്റെ ക്രോസ് സെക്ഷൻ ഉണ്ടല്ലോ, ഇതാണ് ക്രോസ് സെക്ഷൻ ഭാഗം. ഈ ക്രോസ് സെക്ഷൻ ഡയമെൻഷനേക്കാൾ കൂടുതലായിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇത്രയും ഈ 5 പോയിന്റ്സ് മിനിമം നമുക്ക് വേണം. നെക്സ്റ്റ് പോയിന്റ് ഏതാണ്? ഈച്ച് റെയിൽ ഓഫ് ദ ബീം ഈസ് ഫ്രീ ടു എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ദ ലെയർ എബോ ഓർ ബിലോ ഇറ്റ്. അതായത് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനോ കോൺട്രാക്ട് ചെയ്യാനോ ഈച്ച് ലെയർ ഓഫ് ദ ബീം ഈസ് ഫ്രീ ടു എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട്. ഓക്കെ, ഇത് നമുക്ക് 3 മാർക്സ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 1 നമുക്ക് ക്വസ്റ്റ്യൻസ് പാർട്ട് ബിയിൽ ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്യുർ ബെൻഡിങ് ഇക്വേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാതെ പഠിക്കണം. നമ്മൾ ഇക്വേഷൻ M/I is equal to FB/Y or sigma by Y is equal to E/R. സിഗ്മ മീൻസ് ബെൻഡിങ് സ്ട്രെസ്. നമ്മൾ അതിനെ ചില സമയത്ത് FB എന്ന് പറയും, ഷോർട്ട് ലെറ്റർ, നമ്മുടെ സ്മോൾ ലെറ്റർ
എഫ് ബി എന്നുള്ള രീതിക്ക് നമ്മൾ പറയാറുണ്ട് ബെൻഡിങ് സ്ട്രെസ്. ദെൻ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് മീൻസ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. പക്ഷെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ബെൻഡിങ് മൊമെന്റും ഒന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ല, പക്ഷെ അതിന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ബെൻഡിങ് മൊമെന്റിന് ഈക്വൽ ആവും. കാരണം ബെൻഡിങ് മൊമെന്റ് വരുന്ന സമയത്താണ് ഉള്ളിലൊരു റെസിസ്റ്റൻസിന്റെ ആവശ്യം വരുന്നത്, അപ്പോഴാണ് റെസിസ്റ്റിംഗ് ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്നത്. പക്ഷെ ഇത് രണ്ടും ഒന്നല്ല. ദെൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇത് നമ്മുടെ ഡയമെൻഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ബെൻഡിങ് വന്നതു കാരണം അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന സ്ട്രെസ്സിനെ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയും. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് ടു ദ ടോപ്പ് ലെയർ ഓർ ബോട്ടം ലെയർ. ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. പിന്നെ ഒരു 1 മാർക്ക്, ഇതെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ മോഡുലസ്. സെക്ഷൻ മോഡുലസിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സെഡ് ആണ്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബൈ വൈ. ഐ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഡെഫിനിഷൻ എടുക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ എക്സ്ട്രീം ഫൈബർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്, വൈ എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ മോഡുലസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കതിൻ്റെ ചില ബേസ്. പിന്നെ അതേപോലെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ്, നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് തന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് എത്രയാണ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്രയാണെന്നുള്ളത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വേണം. കാരണം ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു, ഇവിടെ ഒരു സെന്റൻസ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എം എന്നുള്ള വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും, ബെൻഡിങ് മൊമെന്റിന് ഈക്വൽ ആവുന്ന പറഞ്ഞു. അപ്പൊ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ചില ക്വസ്റ്റ്യൻസ് തരുമ്പോൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തിന്റെ ഹെൽപ്പ് വേണ്ടി വരും, ബെൻഡിങ് മൊമെന്റിന്റെ ആവശ്യം വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ പോയിന്റ് ലോഡ് സെൻട്രൽ പോയിന്റ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്നുണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് മാക്സിമം W/2, ബെൻഡിങ് മൊമെന്റ് WL/4. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് WL/2, മാക്സിമം ബെൻഡിങ് മൊമെന്റ് WL²/8. ഇനി കാന്റിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് WL. കാന്റിലിവർ ബീം വിത്ത് UDL ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് WL²/2. ഇനി എങ്ങാനും വേറൊരു ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എക്സെൻട്രിക് ലോഡ് കണ്ടീഷൻ ആണെന്ന് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് WAB/L. എ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എക്സെൻട്രിക് ലോഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയിന്റ് എയും പോയിന്റ് ബിയും സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പോൾ സെൻട്രൽ അല്ല ലോഡ്, ഒരു ഭാഗത്തേക്ക് മാറിയിട്ടാണ്, ടോട്ടൽ സ്പാനിങ് എല്ലാണ്. അപ്പോൾ ക്യാപിറ്റൽ എ മുതൽ ലോഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ എ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഡിസ്റ്റൻസ് ആണ് ബി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ തന്നെ വരാവുന്ന പലതരം ഡിഫറെൻറ്റ് ഷേപ്പുകൾ ഉണ്ടായിരിക്കും, റെക്റ്റാങ്കിൾ, സർക്കിൾ, സ്ക്വയർ. അതിലൊക്കെ വരുന്ന സമയത്ത് അവിടെ വരുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യൽ ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. അതേപോലെ ഏരിയ കാണുന്ന ഇക്വേഷൻസ് നമുക്ക് വേണം, സെക്ഷൻ മോഡുലസിൻ്റെ ഇക്വേഷൻസ് നമുക്ക് വേണം. ദെൻ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിനോട്ടഡ് ബൈ K, which is equal to root of I/A. It is the square root of moment of inertia and area of cross section. ദെൻ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ ആകുന്ന സമയത്ത് ഏരിയ നമ്മൾ ബ്രെഡ്ത്തും ഡെപ്ത് D അല്ലെങ്കിൽ H ആണെങ്കിൽ B/H അല്ലെങ്കിൽ B/D. ദെൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ BdQ/12 ഓർ BhQ/12. ദെൻ എക്സ് ഡയറക്ഷനിൽ ഉണ്ടായിരിക്കും, വൈ ഡയറക്ഷനിൽ ഉണ്ടായിരിക്കും. YY എന്ന് പറയുന്നത് HbQ/12 അല്ലെങ്കിൽ DbQ/12. ദെൻ ബ്രെഡ്ത്ത് അതേപോലെ വൈ ഡിസ്റ്റൻസ് ആണെന്ന് നെക്സ്റ്റ് പറയുന്നത് D/2 ഓർ H/2. ദെൻ വരുന്ന സെക്ഷൻ മോഡുലസ് BH²/6 ആയിരിക്കും, ZXS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബെൻഡിങ് സ്ട്രെസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും IXSും ZXS ആണ് നമ്മൾ ഫോളോ ചെയ്യുക. ദെൻ ഒരു സ്ക്വയർ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ IXS is equal to B⁻⁴/12 ആയിരിക്കും. ZXS എന്ന് പറയുന്നത് BQ/6 ആയിരിക്കും. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് സർക്കിൾ ആണ്. സർക്കുലർ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏരിയ πd²/4 അല്ലെങ്കിൽ πr². ദെൻ IXS or IY സിമിലർ ആയിരിക്കും. ദെൻ അതിൻ്റെ ഇക്വേഷൻ πd⁴/64. അതേപോലെ Z എന്ന് പറയുന്നത് πdQ/32. ഈ ഇക്വേഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഞാൻ അടുത്ത ടോപ്പിക് എടുക്കാൻ പോകുന്നത് ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആക്ട് ടു
acts parallel to the surface, it can cause one object to slide over the other. അതായത് ഞാൻ നേരത്തെ ഒരു കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊരു വുഡൻ ലെയേഴ്സ് പോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സർഫസുകൾ തമ്മിൽ ഷിയറിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഷിയർ സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ടോ എന്നാണ്. ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ആവറേജ് ഒരു ഒരു ഏത് ഷേപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്, അതിൽ നോർമൽ സ്ട്രെസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഡയഗ്രാമാണ് ഞാൻ ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ എങ്ങനെയാണ്, ഒരു സർക്കുലർ സെക്ഷൻ്റെ എങ്ങനെയാണ് ഷിയർ സ്ട്രെസ് ഡയഗ്രാം, അതേപോലെ ടി സെക്ഷൻ ഐ ബീം വരുന്ന സമയത്തൊക്കെ എങ്ങനെയായിരിക്കും ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരിക. അപ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പാരാബോളിക് സർഫസസ് ആണ്. അതേപോലെ ഐ ബീം ആണെന്നുണ്ടെങ്കിൽ ഫ്ലാഞ്ച് പോർഷനിൽ കുറച്ച് കർവ് വരും. പിന്നെ അത് കഴിഞ്ഞാൽ ഫ്ലാഞ്ചിൻ്റെ ബോട്ടത്തിലുള്ള പോയിന്റ് ആണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞാൽ വെബിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എക്സ്റ്റൻഷൻ വരും. പിന്നെ മാക്സിമം വരുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ് പോയിന്റ് ഇവിടെ കാണിക്കാം. അതേപോലെ ടി ബീം വരുന്ന സമയത്ത് നമ്മുടെ ഫ്ലാഞ്ച് പോർഷൻസ് ചെറിയ സിമ്പിൾ കർവ്. പിന്നെ ഏറ്റവും മാക്സിമം ടി ജംഗ്ഷൻ്റെ സെൻട്രോയിഡ് എവിടെയാണോ അവിടെ ആയിരിക്കും മാക്സിമം ഷിയർ സ്ട്രെസ് വരിക. ദെൻ സീറോയിലേക്ക് വരും. അതേപോലെ സർക്കുലർ ഷേപ്പ് വരുന്ന സമയത്തും മാക്സിമം ഷിയർ സ്ട്രെസ് സെൻറ്റർ പോർഷനിലാണ് വരുന്നത്. അപ്പോൾ ഈ കർവുകൾ ഇത് വരയ്ക്കാൻ വേണ്ടി ഇതേപോലെ നിങ്ങളപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വരച്ച് വെക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഞാൻ അവിടെ വരുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ ഇനി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇക്വേഷൻസ് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വരുന്നത് 3 ഷേപ്പാണ് വരുന്നത്, റെക്റ്റാങ്കിൾ, സർക്കിൾ, ദെൻ ഐ ബീം. ഈ മൂന്നെണ്ണത്തിനെയാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റെക്റ്റാങ്കുലർ ബീം വരുന്ന സമയത്ത് നമുക്കൊരു ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു എഫ് ബൈ 2i ഇൻറ്റു ഡി സ്ക്വയർ ബൈ 4 മൈനസ് വൈ സ്ക്വയർ. അതായത് ജനറൽ ഇക്വേഷൻ ഞാൻ മീനിങ് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യനിൽ പറയാണ്, അതായത് ഒരു 30 സെൻറ്റിമീറ്റർ എബോവിലുള്ള ഷിയർ സ്ട്രെസ് എത്രയാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്? ടോ ഈസ് ഈക്വൽ ടു എഫ് ബൈ 2i ഇൻറ്റു ഡി സ്ക്വയർ ബൈ 4 മൈനസ് വൈ സ്ക്വയർ. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ്, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനീഷ്യ, സ്മോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെപ്ത് ഓഫ് ദ റെക്റ്റാങ്കുലർ ബീം, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രൽ ലെയറിൽ നിന്നും വൈ വരെയുള്ള, അതായത് എവിടേക്കാണ് നമ്മൾ ഇപ്പോൾ 30 സെൻറ്റിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ 30 എന്ന് കൊടുക്കും. ദെൻ ആവറേജ് ഷിയർ ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ തന്ന ഷിയർ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ചെയ്താൽ മതി. മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാങ്കുലർ ഷേപ്പിൻ്റെ 1.5 ടൈംസ് ഓഫ് ടോ ആവറേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതേപോലെ ഒരു സർക്കുലർ ബീമിൽ ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു എഫ് ബൈ 3i ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ ബൈ 4 മൈനസ് ഡി സ്ക്വയർ. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ. ദെൻ ടോ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഡി സ്ക്വയർ ബൈ 4. ദെൻ ടോ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/3 ഇൻറ്റു ടോ ആവറേജ്. അതേപോലെ സിമിലർലി ഒരു ഐ സെക്ഷൻ്റെ ഡിഫറെൻറ്റ് സെക്ഷനിലുള്ള ഷിയർ സ്ട്രെസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തത്. ഒരു ഐ ഷേപ്പിൽ ബ്രെഡ്ത്ത് ക്യാപിറ്റൽ ബിയും ടോട്ടൽ ഡെപ്ത് ഡിയും, അതേപോലെ ഇന്റേണൽ ഡെപ്ത് ആയിട്ട് സ്മോൾ ഡിയും വെബിൻ്റെ തിക്നെസ് ബി ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. പിന്നെ നമ്മളുടെ ഫ്ലാഞ്ചിൻ്റെ ബോട്ടത്തിലുള്ള ഷിയർ സ്ട്രെസ് ടോ 1 ഈക്വൽ ടു എഫ് ബൈ 8i ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ. പിന്നെ അത് കഴിഞ്ഞ് വെബിന്ന്, അതായത് വെബിൻ്റെ സ്റ്റാർട്ടിങ് ഫ്ലാഞ്ച് കഴിഞ്ഞ് വെബിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഷിയർ സ്ട്രെസ് ടോ 2 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ബൈ 8i ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ. നമ്മൾ മുകളിലത്തെ അതേ ഇക്വേഷൻ ഇൻറ്റു ക്യാപിറ്റൽ ബി ബൈ ബി, അതായത് ക്യാപിറ്റൽ ബി സ്മോൾ ബി, ക്യാപിറ്റൽ ബി ബൈ ബി എന്ന ടേംസ് കൊടുക്കാം. ദെൻ അതേപോലെ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ വെബിൻ്റെ സെൻറ്റർ ആണ്. ടോ മാക്സിമം ഈസ് ഈക്വൽ ടു എഫ് ബൈ ഐ ബി ഇൻറ്റു ക്യാപിറ്റൽ ബി ബൈ 8 ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ബൈ 8. ഈ ഇക്വേഷൻസ് പ്രോബ്ലം ചോദിക്കും. ചിലപ്പോൾ ഈ ഇക്വേഷൻസ് മാത്രം എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ആ പോർഷൻസിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഫസ്റ്റ് റൈറ്റ് ദ ബെൻഡിങ് ഇക്വേഷൻ. ബെൻഡിങ് ഇക്വേഷൻസ് പറഞ്ഞെങ്കിൽ എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബി ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ദ അസംഷൻസ് ഇൻ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻസിനാണ് ചോദിച്ചതാണ്. റൈറ്റ് ദ അസംഷൻസ് ഓഫ് പ്യുവർ ബെൻഡിങ്. അതായത് രണ്ടിൻ്റെയും സെയിം ക്വസ്റ്റ്യൻ ആണുള്ളത്.
അതായത് രണ്ട് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ അതേപോലെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്യുവർ ബെൻഡിങ്ങിൻ്റെ അസംഷൻസ് ചോദിച്ചു കഴിഞ്ഞാലും തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്ങിൻ്റെ അസംഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ആണ്. ഇറ്റ് ഷുഡ് ബി ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. അതേപോലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ത്രൂ ഔട്ട് ദ സെക്ഷൻ സെയിം ആയിരിക്കണം. ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ് ട്രാൻസ്വേഴ്സ് പ്ലെയിൻ എപ്പോഴും സിമിലർ പ്ലെയിൻ സെക്ഷൻ തന്നെ ആയിരിക്കണം. റേഡിയസ് ഓഫ് കർവേച്ചർ ഇറ്റ് ഈസ് ലാർജ് കമ്പയർഡ് ടു ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ. അത് ആ ഒരു പോയിന്റ്സുകൾ കറക്റ്റായിട്ട് നിങ്ങളിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് ആവറേജ് ഷിയർ സ്ട്രെസ് ഫോർ എ റെക്ടാങ്കുലർ സെക്ഷൻ. ഒരു റെക്ടാങ്കുലർ സെക്ഷൻ്റെ മാക്സിമം അപ്പോൾ നമ്മൾ എഴുതി വെക്കേണ്ടത് ഇതാണ്. ആവറേജ്, മാക്സിമം ഷിയർ സ്ട്രെസ്, അതേപോലെ ഡയഗ്രാം വരച്ച് വെക്കേണ്ടത്, ഷിയർ സ്ട്രെസ് ഡയഗ്രാം വരച്ച് വെക്കേണ്ടത്. ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് A cantilever beam of length 2 meter fails when a load of 2 kilonewton. ഒരു 2 kilonewton ഉണ്ട്. കാൻഡിലിവർ ലെങ്ത് 2 meter ആണ്. അപ്ലൈഡ് അറ്റ് ദ ഫ്രീ എൻഡിലാണ് 2 kilo. ഇഫ് ദ സെക്ഷൻ ഓഫ് ദ ബീം ഈസ് 40x60 ഫൈൻഡ് ദ സ്ട്രെസ്. അപ്പോൾ നമുക്ക് ആകെയുള്ള ഇക്വേഷൻസ് എന്താണ്? സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡ് സ്ട്രെസ് പറഞ്ഞു കഴിഞ്ഞാൽ M/I is equal to sigma B/Y. അതിൽ സിഗ്മയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ FB ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് എം നമുക്ക് കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷനാണ് ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ കാൻഡിലിവർ ബീം എന്ന് പറഞ്ഞിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, 2 kilonewton എൻഡിൽ ആക്ട് ചെയ്യുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കാൻഡിലിവർ ബീമത്തെ പോയിന്റ് ലോഡ്, ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എന്താണ്? WL. അപ്പോൾ എമ്മിന്റെ ഇക്വേഷൻ എന്തായി? W × L ആയി. അപ്പോൾ എം കിട്ടി. ദെൻ I കാണാനുള്ള കാര്യങ്ങൾ നമുക്ക് 40x60 BDQ/12 ആണ്. അപ്പോൾ ഐയും കിട്ടി. അപ്പോൾ M/I കിട്ടി. പിന്നെ Y എന്ന് പറയുന്നത് 60 ആണ് ടോട്ടൽ ഡെപ്ത് എങ്കിൽ Y is equal to 60/2 30. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഇങ്ങനെ കണ്ടുപിടിക്കാം, സിഗ്മ ബി കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് ഇക്വേഷൻസ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ പറഞ്ഞു പോയിരുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് പേപ്പർ സോൾവിങ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഈ ഫുൾ ഫസ്റ്റ് മോഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സോൾവഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്തു പോവാം. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസും അതിൽ വരുന്ന ഇക്വേഷൻസും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് ഇതിൽ ഏറ്റവും വരാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കാണാതെ പഠിക്കുക തന്നെ വേണം, ഇക്വേഷൻസും കാര്യങ്ങളും കാണാതെ പഠിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ട്രൈ ചെയ്യാം. താങ്ക് യു ഓൾ.